ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസം, അപ്പോൾ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞായറാഴ്ചത്തെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മുളകൊക്കെ ഒന്ന് വെയിലത്തിടാമെന്ന് കരുതി. അത് 2 ദിവസത്തിന് മുന്നേ തന്നെ ഞാൻ കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു, മുളകും മല്ലി. അപ്പോൾ അത് കുറച്ചൊക്കെ ഉണങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ ഉണക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെല്ലിക്കൊണ്ടുപോയി പൊടിപ്പിക്കാമെന്ന് കരുതി രാവിലെ തന്നെ വെയിലത്ത് ഉണക്കായിട്ടെ. ഞാൻ എപ്പോഴും മല്ലിയും മുളകും അപ്പോഴും തന്നെ കഴുകി വൃത്തിയാക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അല്ലാതെ കൊണ്ടുപോയി പൊടിപ്പിക്കാറില്ല. പൊടിയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പൊടി കാണുമല്ലോ, അതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് വീട്ടിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി തൂത്തൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം താഴോട്ടിറങ്ങി. നമ്മൾ താഴോട്ടിറങ്ങുന്ന സ്ഥലത്ത് നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും ഞാൻ ഇതേപോലെ വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ബെഡൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യണ വാഷ് ബേസ് ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ഇത് എല്ലാ ദിവസവും ഇതേപോലെ തന്നെ ചെയ്യാറുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ, ഇന്ന് ഞായറാഴ്ചയുണ്ട്, രാവിലെ തന്നെ ഇതെല്ലാം ചെയ്ത്. എല്ലാ ദിവസവും ഒന്നും രാവിലെ ചെയ്യാൻ പറ്റത്തില്ല. മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീടൊക്കെ ഒന്ന് ഇതേപോലെ രാവിലെ എണീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. അയ്യോ, ഇത്രയും ജോലികൾ ഇനിയും വൃത്തിയാക്കാനൊക്കെ കിടക്കുന്നില്ലേ, അപ്പോൾ വീടൊക്കെ ഒന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമില്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ രാവിലെ വീടൊക്കെ ഇങ്ങനെ വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ. പിന്നെ അടുക്കളയിലോട്ട് കയറി അതിന് ശേഷം നല്ല വേവണ മരിച്ചിനെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് വെച്ച്. അപ്പോൾ തേങ്ങ പൊട്ടിച്ച സമയത്ത് ഗ്ലാസ്സും കൊണ്ട് എല്ലാവരും വെള്ളത്തിനായിട്ട് വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവു നേരെ തേങ്ങയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ അതിൽ ശംഖുപുഷ്പമായിട്ടാണ് വെള്ളം ചൂടാക്കാൻ വെച്ചത്. ഏതെങ്കിലുമൊക്കെ ഇലകൾ എല്ലാ ദിവസവും വെള്ളത്തിൽ ചൂടാക്കുമ്പോൾ ഇടും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ അരി വെന്താന്നൊക്കെ നോക്കിയായിരുന്നേ. അപ്പോൾ നേരത്തെ നമ്മൾ കുക്കറിൽ വെച്ച മരിച്ചിനിയൊക്കെ വെന്ത് കിട്ടി. അതിൽ അരപ്പൊക്കെ ഇട്ട് കണ്ടില്ലേ, നല്ല വേവുന്ന മരിച്ചിനിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മീനൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കേട്ടോ, മീൻ വൃത്തിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നമുക്കിന്ന് കിട്ടിയത് കൊഴിയാളയാണ് കിട്ടിയത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഴിയാളയാണ്. ഞായറാഴ്ചയാണെങ്കിൽ പോലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമുക്കിവിടെ കിട്ടണത് കേട്ടോ. അപ്പോൾ ആ മീനിന് വേണ്ടി അരയ്ക്കാൻ വേണ്ടി പുളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഒരു കഷ്ണം ഉള്ളിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം. ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് അരഞ്ഞാൽ മതി കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലോട്ടിട്ട് മീനൊക്കെ ഒന്ന് അടുപ്പിലോട്ട് വെക്കാൻ കേട്ടോ. മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഇട്ട് നമ്മളൊന്ന് മീനൊന്ന് അടുപ്പിലോട്ട് വെച്ച് അതേ നേരം കൊണ്ട് തന്നെ ഞാൻ രസമൊക്കെ ഒന്ന് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ രസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കയറി ഒന്ന് കണ്ടാൽ മതി കേട്ടോ. നല്ല അടിപൊളി തക്കാളി രസമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മരിച്ചിനിയൊക്കെ ഒന്ന് ഇതാക്കി വെച്ചല്ലോ, അപ്പോൾ രസവും വെച്ച് അതേപോലെ തന്നെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാറായി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. നമ്മളെ വീട്ടിൽ വിരിഞ്ഞ ചെമ്പരത്തി പൂവാണ് കേട്ടോ. നല്ല വെറൈറ്റി ചെമ്പരത്തിയാണ് കേട്ടോ.